ഇപ്പം നമ്മുടെ പിന്നെ ഹെൽത്ത് കെയർ സെക്ടർ അതല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള മേഖലയിലൊക്കെ AI പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവിടെ റീപ്ലേസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണോ ഒരു AI വന്നു കഴിഞ്ഞാലെന്നല്ല, AI വന്നു കഴിഞ്ഞു. AI വന്നു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മളെ ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ഈവൻ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, വേറെ എല്ലാ ഫീൽഡിലും AI ഒരു അതിപ്രസരമാണ്. കാരണം ഇപ്പോൾ എക്സാം സീസൺ ആണല്ലോ. ഇപ്പോൾ കുട്ടികൾ രാത്രി ബുക്ക് എടുത്ത് പഠിക്കുകയാണ് ചെയ്യുക, അല്ല ലൈവ് കാണണ്ടെന്നാ പറയാ. ഓരോന്നിനും അവർക്ക് അവരുടേതായ സ്റ്റുഡൻസിന് വേണ്ട സാധനങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബും ഇവരെല്ലാം റെഡിയാണ്. യൂട്യൂബ് ക്ലാസ്സുകൾ ഇതൊക്കെ അതായത് വെച്ചാൽ ആരാണോ ഉപയോഗിക്കുന്നത് അയാളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇത് കയറി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മളുടെ മെയിൽ, നമുക്ക് വരുന്ന മെയിലുകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്പാമിലൊന്ന് ചെക്ക് ചെയ്യുക ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? കുറെ മുമ്പ് മുതലേ ഉള്ള ചോദിക്കാറുണ്ട്. സ്പാമിലെ മെയിലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും. അതായത് ഇതൊരു പ്രഡിക്റ്റീവ് AI ആണ്. അത് മുൻകൂട്ടിയിട്ട് ഇത്തരത്തിലുള്ള മെയിലുകൾ വന്നാൽ അതൊരു സ്പാമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഈ സോഫ്റ്റ്വെയറിന് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അതേ പാറ്റേൺ, ഇപ്പോൾ സ്പാമിലുള്ള എല്ലാം ഒരേ പാറ്റേൺ ആയിരിക്കും, അതുകൊണ്ട് സ്പാമിലേക്ക് വരും. അതിനെ ഒരു പ്രൊഡക്റ്റീവ് AI എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ കോവിഡാണ് നമുക്ക് ഈ പിന്നെ ഓൺലൈൻ മേഖല ഒന്നുകൂടി ബൂം ചെയ്യുകയും അതിലൂടെ നമ്മളെ ChatGPT, ജെമിനി പോലുള്ള പിന്നെ AI ടൂളുകൾ വന്ന് അത് ജനറേറ്റീവ് AI ആണ്. ജനറേറ്റീവ് AI എന്ന് പറയുമ്പോൾ പിന്നെ ഇതിനെ ഓൾറെഡി മെഷീൻ ലേണിംഗ് വഴി കംപ്ലീറ്റ് ഡാറ്റ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ഒരു സംഭവം ഇട്ട് കൊടുക്കുക. അതായത് ഞാൻ ഇന്ന ആളാണ്, അപ്പോൾ എനിക്ക് ഇതുപോലുള്ളൊരു സാധനം എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ ഫ്രെയിം വർക്കുകളുണ്ട്. അതിന് ഈ പിന്നെ എന്താ പറയുക, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ത്രൂ കുറേ സംഗതികൾ ചെയ്യാം. അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ChatGPT നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരും, ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി അതും കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഏജൻറ്റിക് AI എന്നുള്ള. ഏജൻറ്റിക് AI എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോബ്, ഇപ്പം ഞാനൊരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ എനിക്ക് വേണ്ട കുറച്ച് ടൂളുകൾ ഉണ്ടാവും, അതിനെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഏജൻറ്റിക് AI. അപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ പോകുന്നുണ്ടോ ഈ ഇങ്ങനെ? ഒരിക്കലും പോകില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെ ഇപ്പോൾ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നത് വെച്ചാൽ AI വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ്. നമ്മൾ കുറേ കാലം മുമ്പ് നോക്കുക, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലിയെല്ലാം പോകുമെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഒരുപാട് അത് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഉണ്ട്. ഇപ്പൊ ആലോചിച്ച് നോക്കിയാ, ഇപ്പൊ കമ്പ്യൂട്ടറിലേക്ക് അനങ്ങാൻ കഴിയില്ല. അതായത് എന്തൊരു സാധനമാണെങ്കിലും കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ ഒരു ലൈഫ് സ്പാനിന്റെ ഉള്ളിലാണ് ഈ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു നെക്സ്റ്റ് ബൂമിംഗ് ആണിത്. ഇതുപോലെ കമ്പ്യൂട്ടർ വന്നിട്ട് ഒരുപാട് പേര് ജോലി പോയിട്ടില്ല, ജോലി കൂടിയിട്ടുള്ളൂ. ഇല്ല, ജോലി പോയവരുണ്ട്, ഇതറിയാത്തവര്, അപ്ഡേറ്റ് ചെയ്യാത്തവർ പോയിട്ടുണ്ട്. ഇപ്പോഴും ചില ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പോഴും ഈ ബേസിക് നോളേജ് ഒക്കെ നമ്മുടെ ഇപ്പോൾ ഡിഗ്രി ലെവലിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ, അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. അത് നമ്മളുടെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഈവൻ ഇപ്പോൾ കുട്ടികളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, എല്ലാം അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ AI ഉപയോഗിക്കാതിരുന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ച ആൾക്കാർ മുന്നിലെത്തും. ഓക്കെ, അതാണ് പോയിന്റ്. അതായത് ഇപ്പൊ നിങ്ങൾ പിന്നെ ഇപ്പൊ ഈ ബില്യനേഴ്സിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കുറച്ച് വയസ്സായിട്ടിരിക്കും ഈ മറ്റേ ലക്ഷപ്രഭുക്കളും കോടിപതികളൊക്കെ ആവുക, അല്ലെങ്കിൽ ലോട്ടറി അടിക്കണം. ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ 13 വയസ്സ് 14 വയസ്സ് മുതൽ ഒരു 18 വയസ്സാകുമ്പോഴേക്കും എല്ലാം സെറ്റാ. ഫിനാൻഷ്യലി ഐഡിയാസും കൊണ്ടുവരുന്നുണ്ട്. അതായത് മിനിമൽ എന്ന് പറഞ്ഞാൽ ഈ AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ AI അൽഗോരിതം ഇതൊക്കെ. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എടുക്കുകയാണെങ്കിൽ അയാൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും അയാൾ ഏതൊക്കെ പിന്നെ ആംഗിളിൽ വെച്ചാലാണ് ഇത് റീച്ച് ആവാന്നൊക്കെ ആൾക്ക് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതെ, കറക്റ്റ് ആണ്. പണ്ടായിട്ടും കണ്ടന്റ് ചെയ്യുന്നു, പക്ഷെ അത് മതി ഒരു വിഷ്വൽ സംഭവങ്ങൾ അല്ലെങ്കിൽ AI ടൂൾസിനൊക്കെ എഡിറ്റിംഗ് മാത്രമല്ല, പിന്നെ ഈ റോ മെറ്റീരിയൽ മീൻസ് വിത്തൗട്ടില് പോവുക, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഹുക്ക് എന്നൊക്കെ പറയല്ലോ, ഒരുപാട് ടേംസ് ഉണ്ട്. അപ്പൊ
അങ്ങനെ അത് ഉപയോഗിക്കുന്നവർക്ക് വളരെ മുമ്പിലെത്താൻ വേണ്ടി കഴിയും. എൻ്റെ കൺക്ലൂഷൻ പോയിന്റ് ഇതാണ്, AI ഒരിക്കലും ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യില്ല. ബട്ട് AI ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ AI ഉപയോഗിക്കാതെ ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ മുമ്പിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഉണ്ടെന്നല്ല, ഷുവർ എന്തായാലും എത്തും. എന്താ വെച്ചാൽ അവരുടെ വർക്ക് തീരാൻ ഇപ്പോൾ ഒരു ദിവസത്തെ പണി എനിക്കൊരു 5 മിനിറ്റ് കൊണ്ട് വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് തീരും. എനിക്ക് ബാക്കിയുള്ള ടൈം ഫ്രീ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളിപ്പോൾ ഒരു അവരും അപ്ഡേറ്റഡ് ആവും, സ്ഥാപനം അപ്ഡേറ്റഡ് ആവും, അല്ലെങ്കിൽ അവരും നിൽക്കുന്ന സിനാരിയോ അപ്ഡേറ്റഡ് ആവും, മൊത്തം ടീം അപ്ഡേറ്റ് ആവും. ഓക്കെ. അതായത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിന് മൊത്തം കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവരെ എടുക്കും. കാരണം അവരെ ലൈഫ് ഈസി ആവും. എല്ലാവരും ലൈഫ് ഈസി ആവും എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ നമ്മളുടെ ബെനിഫിറ്റ്. ആ രൂപത്തിലാണ് പോകുക.